സംസ്ഥാനത്ത് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം 20 മുതൽ ഉണ്ടാകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. 62 ലക്ഷത്തോളം പേർക്ക് 1600 രൂപ വീതം പെൻഷൻ ലഭിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു. UDF കാലത്തെ 18 മാസത്തെ കുടിശ്ശിക LDF സർക്കാരാണ് വിതരണം ചെയ്തതെന്ന് മന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, വിവരങ്ങൾ. ഉന്മേഷ, നിലവിൽ സംസ്ഥാന സർക്കാർ 2 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ടെങ്കിലും കഴിഞ്ഞ മാസത്തെ ക്ഷേമ പെൻഷൻ അത് ജൂൺ 20 മുതൽ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ജൂൺ 20 മുതൽ 62 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് അവരുടെ കൈകളിൽ 1600 രൂപ വീതം ലഭിച്ചു തുടങ്ങും. ഈ വാർത്താക്കുറിപ്പിനൊപ്പം ചില ഇതുവരെ നൽകിയ ക്ഷേമ പെൻഷൻ്റെ കണക്കുകൾ കൂടി നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് പല വിമർശനങ്ങളും ഒരു ഭാഗത്ത് ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇതുവരെ നൽകിയ ക്ഷേമ പെൻഷനുകളുടെ കണക്കുകൾ കൂടി ധനമന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചിരിക്കുന്നത്. അത് ഇപ്രകാരമാണ്. UDF സർക്കാരിൽ നിന്ന് 2016 LDF സർക്കാർ അധികാരം ഏറ്റെടുക്കുമ്പോൾ 35,154 കോടി രൂപയുടെ കുടിശ്ശിക വിതരണം ചെയ്യാനുണ്ടായിരുന്നു. അത് ഉൾപ്പെടെ കഴിഞ്ഞ 9 വർഷം കൊണ്ട് പിണറായി സർക്കാർ 73,654 കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ ആയി വിതരണം ചെയ്തത്. കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധം നിലനിൽക്കുമ്പോഴും ക്ഷേമ പെൻഷൻ മുടങ്ങാതെ വിതരണം ചെയ്യുന്നതിന് പ്രത്യേക ജാഗ്രത LDF സർക്കാർ എടുക്കുന്നുണ്ട് എന്നും ഈ വാർത്താക്കുറിപ്പിനൊപ്പം നൽകുന്നുണ്ട്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു വാർത്തയാണ്. 20-ാം തീയതി മുതൽ ക്ഷേമ പെൻഷൻ കയ്യിലെത്തി തുടങ്ങും. അപ്പോഴും 2 മാസത്തെ കുടിശ്ശിക അത് നിലനിൽക്കുന്നുണ്ട്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.